ഇന്ന് ഞാനൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിന്ന് അത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 2 കപ്പ് ഇളം ചൂട് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാല് ഓവറായിട്ട് ചൂടാകരുത്. അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിത് അടച്ച് 10 മിനിറ്റ് മാറ്റി വെക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അടപ്പ് മാറ്റുമ്പോഴേക്ക് ഇതൊക്കെ പാലിവിടെ പൊങ്ങി വന്നിട്ടുണ്ടാവും, പതയൊക്കെ വന്നിട്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുതിയ ഈസ്റ്റ് മാത്രമേ ഉപയോഗിക്കാവൂ, എങ്കിലേ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ 3 കപ്പ് മൈദാ മാവ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. 3 കപ്പ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ മൈദാ മാവ് ഇതുപോലെ തട്ടിയിട്ട് നോക്കണം, അപ്പം നമുക്ക് മനസ്സിലാവും എത്ര വേണം എന്നുള്ളത്. ആദ്യം ഒന്ന് ജസ്റ്റ് കുഴച്ച ശേഷം ഞാൻ വീണ്ടും ഒരു 2 കപ്പോളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഞാൻ 5 കപ്പ് മൈദാ മാവ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ മൈദാ മാവിൻ്റെ അളവ് കൂടിപ്പോയെന്നൊന്നും വിചാരിക്കേണ്ട, ഇത് കുഴച്ചെടുക്കുമ്പം കറക്റ്റ് പരുവായിരിക്കും. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ഇതേ ടേബിൾ കൗണ്ടറിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ച് കൊടുക്കുക. നമ്മൾ ഈ പൊറോട്ടയ്ക്കൊക്കെ കുഴക്കത്തില്ലേ, കുഴയ്ക്കുന്നതിലാണ് ഇതിൻ്റെ ആ ഒരു പരുവ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടി ചട്ടുകോണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ ഹാൻഡിലുള്ളതുകൊണ്ട് എളുപ്പമാണ്. ഒന്ന് ഇതുപോലെ കയ്യിൽ തടവിയിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ച് കൊടുക്കും. ഒരു 10-12 മിനിറ്റോളം നമ്മളിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ കുഴയ്ക്കുന്ന പാട് മാത്രമേ ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ മാവ് കുഴച്ചെടുത്ത ബൗളിൽ തന്നെ വച്ചിട്ട് അടച്ച് 1.5 മണിക്കൂർ ഇത് ഞാൻ മാറ്റി വെക്കാണ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതേ മാവെല്ലാം നല്ല കറക്റ്റ് പരുവത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ ആകുമ്പോഴേ പൊങ്ങി തുടങ്ങും. 1.5 മണിക്കൂർ ആകുമ്പോൾ കറക്റ്റ് പരുവമായി കിട്ടും കേട്ടോ. അപ്പോൾ അതേ കറക്റ്റ് പരുവാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഒരു ഡോ ആണിത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആവശ്യം വലിപ്പത്തിലുള്ള ഉരുളയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യേണ്ട ഒരു ട്രേ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ചുറ്റിനും, അതായത് ഈ സൈഡുകളിലും ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഉരുളയും ഇതുപോലെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ആ പാത്രം ഫുള്ളായിട്ട് ഞാനിതുപോലെ ഓരോ ഉരുളയും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് മാറ്റി വെക്കും. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പം ഞാൻ ഒരു സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സവോള ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കും. പിന്നെ ഞാനിതിലേക്ക് ഒരു ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കവും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ക്യാപ്സിക്കത്തിൻ്റെ അരി ഞാൻ കളയത്തൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ ചില്ലിയുടെ ആ മുളക് എരിവുള്ള ഭാഗം ഇട്ടിട്ട് പിന്നെ നമ്മളുടെ ഈ സവോളയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്ത ശേഷം ഞാനിവിടെ ഒരു 150 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ പ്രോൺസ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും നമ്മൾ ഇളക്കിയാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. പ്രോൺസ് ആയതുകൊണ്ട് തന്നെ ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ തന്നെ സംഭവം റെഡിയായി കിട്ടും. അപ്പം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോ കെച്ചപ്പും ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോയും കെച്ചപ്പും ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല തയ്യാറാക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു റിങ് വെച്ചിട്ട് അടച്ച് ഈ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അത് ചൂടാക്കും. അപ്പോൾ നമ്മളുടെ മാവ് ഞാൻ അടപ്പ് മാറ്റിയിട്ട് സെൻറ്ററിൽ ഓരോ കുഴി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും.
ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മളുടെ ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ, ഫില്ലിംഗ് ജസ്റ്റ് ഒന്ന് ഒരുപാട് ചൂടില്ല, ഒന്ന് തണുത്തിട്ടുണ്ട്. ആ തണുത്ത ഫില്ലിങ് നമ്മൾ ഇതിലേക്ക് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ ഒരുപാട് ചൂടായിട്ട് നമ്മൾ ഇതിലേക്ക് വെക്കരുത് കേട്ടോ. അപ്പോൾ അതെ എല്ലാത്തിൻ്റെയും സെൻറ്ററിലേക്ക് ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു പീസ് മൊസറല്ല ചീസ് ഇതുപോലെ കട്ട് ചെയ്ത് ഞാനിങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചീസൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഇതുപോലെ ഒരു പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ നിങ്ങൾക്ക് ഓവനില്ല, ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളുടെ പാൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാനിനുള്ളിലേക്ക് നമ്മൾ ഈ ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ചിട്ട് ഇത് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്, അതായത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതാ റെഡിയായി വരുന്നുണ്ട്. ഞാൻ അടച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ വയ്ക്കുമ്പം ഇതുപോലെ ഇടയ്ക്ക് തുറക്കരുത് കേട്ടോ. സലു കിച്ചനും നെസ്ലയുമായി നടത്തിയ സ്റ്റാർ ഷെഫ് കോൺടെസ്റ്റ് 2021 വിജയികളായ രേഖ ആലപ്പുഴ, ജുബൈബ മുസ്തഫ പാലക്കാട്, ഫാത്തിമ ഫെഹ്മി കോഴിക്കോട് എന്നിവർക്ക് നെസ്ലെ സമ്മാനമായി നൽകിയ പാനാസോണിക്കിൻ്റെ ഓവൻ കിട്ടിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഉടൻ തന്നെ നമ്മളുടെ അടുത്ത കോൺടെസ്റ്റ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. പങ്കെടുക്കണം, വിജയികളാവണം. അപ്പോൾ ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ അടപ്പ് മാറ്റി ഇതെല്ലാം ബേക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു സ്പോഞ്ചി ബൺ ഇവിടെ, മസാല ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചൂടോടുകൂടി തന്നെ അതിൻ്റെ അരികെല്ലാം വിട്ടിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഞാനൊന്ന് കാണിച്ചാൽ, അത് അടുക്കി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അടിഭാഗം കണ്ടോ? ഇപ്പം പലർക്കും സംശയം തോന്നുന്നത് അടുക്കി പിടിച്ചിട്ടുണ്ടോ, എന്തേ കണ്ടോ? നല്ല ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഒരു ഗോൾഡൻ കളറാണ്. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് റെഡിയാക്കണം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, റിങ് ഇട്ടിട്ട് മാത്രമേ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാവൂ കേട്ടോ. ഡയറക്റ്റ് ചൂട് ഇതിലേക്ക് വരരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഞാൻ ദേ ഈ ബണ്ണ് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. നല്ല സോഫ്റ്റായിട്ടുള്ള, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും രുചിയുള്ള ഒരു ബന്നാണ്. അപ്പോൾ നമുക്കിത് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. വലിയ മെനക്കേടൊന്നും ഇതുണ്ടാക്കുന്നതിലില്ല കേട്ടോ. ചീസും മസാലയും പിസ്സ ഇല്ലേ, അതിന്റെ പോലത്തെ ടേസ്റ്റ്. പക്ഷെ എന്താ പറയാ, ക്രോസന്റ് പോലെ മീറ്റ് ഫില്ലിംഗ് ഉള്ള കിടന്നൂടെ, മീറ്റ് റോള്, അതിന്റെ ടേസ്റ്റ് നല്ല സ്പോഞ്ചിയാണ്. ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ബന്നിൻ്റെ ടെക്സ്ചർ തന്നെ കണ്ടോ. ഇനിയിപ്പോൾ ഓവൻ ഇല്ല എന്നൊന്നും വിചാരിച്ച് ആരും വിഷമിക്കേണ്ട. അതായത് നോക്കിയേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറുള്ള ബന്നാണിത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. വെജിറ്റേറിയൻസിന് പനീർ വേണമെങ്കിൽ പനീർ വെച്ച് കൊടുക്കാം കേട്ടോ.